ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂരത അനുഭവിച്ച് മരണപ്പെട്ട ഒരു പെൺകുട്ടി ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ഈ പെൺകുട്ടിയാണെന്ന്. ആരാണ് ആ പെൺകുട്ടി? എന്താണ് അവൾ അനുഭവിച്ച ആ ക്രൂരത? ഇത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. 1971 ജനുവരി 18 ജപ്പാനിലെ മിസാറ്റോ എന്ന സ്ഥലത്താണ് ഈ പെൺകുട്ടി ജനിച്ചത്. അവളുടെ പേര് ജുങ്കോ ഫുറൂട്ട. കാണാൻ നല്ല സുന്ദരി പെൺകുട്ടി. 17-ാം വയസ്സിൽ, അതായത് അവൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം. കാണാൻ നല്ല ക്യൂട്ടായതുകൊണ്ട് തന്നെ പേർ അവളോട് പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു. എന്നാൽ അവൾ അതൊന്നും സ്വീകരിച്ചിരുന്നില്ല. അതിൽ പ്രണയാഭ്യർത്ഥന നടത്തിയ ഒരുവനായിരുന്നു ഇവളുടെ സഹപാഠി കൂടിയായ ഹിരോഷി മിയാനോ. ഈ ചെറുക്കൻ്റെ പ്രണയവും അവൾ നിരസിച്ചു. അതും സ്നേഹത്തോടെയാണ് അവൾ നിരസിച്ചത്. പക്ഷെ ഈ ചെറുക്കൻ നിസ്സാരക്കാരനായിരുന്നില്ല. അവന് കൂടുതലും ബന്ധമുണ്ടായിരുന്നത് ജപ്പാനിലെ കുപ്രസിദ്ധ ഗ്യാങ് ആയിരുന്ന യാക്കൂസ ഗ്യാങ് ആയിട്ടായിരുന്നു. എന്തിനും മടിക്കാത്ത ഒരു ഗ്യാങ് ആയിരുന്നു അത്. നിരസിച്ച കടുത്ത പക അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. 1988 നവംബർ 25 ഫുറൂട്ട പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് സൈക്കിളിൽ മടങ്ങുകയായിരുന്നു. അച്ഛനമ്മമാരെ സഹായിക്കാനായി അവൾ ഒരു കടയിൽ പാർട്ട് ടൈം ജോലിക്ക് പോകുമായിരുന്നു. ആ സമയത്ത് ഹിരോഷി മിയാനോ അവൻ്റെ ഒരു കൂട്ടുകാരനെ പറഞ്ഞു വിടുന്നു ജുങ്കോയെ സൈക്കിളിൽ നിന്നും മറിച്ചിട്ടിട്ട് ഓടിക്കളയാൻ. അങ്ങനെ അവൻ ജുങ്കോയെ തള്ളിയിട്ടിട്ട് ഓടുന്നു. അതേസമയം സഹായിക്കാൻ എന്ന വ്യാജേന ഹിരോഷി മിയാനോ ജുങ്കോയുടെ അടുത്തെത്തുന്നു. രാത്രിയിൽ ഒറ്റയ്ക്ക് വീട്ടിൽ പോകണ്ട, കാറിൽ കൊണ്ടുവിടാം എന്നൊക്കെ പറഞ്ഞ് ഇവൻ നിൽക്കുമ്പോൾ തനിക്ക് പരിചയമുള്ള തൻ്റെ സഹപാഠിയല്ലേ എന്ന് ആ പാവം കുട്ടി ചിന്തിക്കുന്നു. അവൾ സന്തോഷത്തോടെ അവൻ്റെ കാറിൽ കയറുന്നു. പോകുന്ന വഴിക്ക് ഇവൻ യാക്കൂസ ഗ്യാങ്ങിലുള്ള 3 പേരെ കൂടി കൂട്ടുന്നു. സ്ഥിരം പോകുന്ന വഴി മാറിയതോടെ ജുങ്കോ മനസ്സിലാക്കുന്നു താൻ ട്രാപ്പിലായി എന്ന്. ഇവർ ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി അവളുടെ വീട്ടിൽ വിളിച്ച് പറയിപ്പിക്കുകയാണ്. അതായത്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചുനാൾ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് മാറുകയാണ്, എന്നെ അന്വേഷിക്കണ്ട എന്ന്. ഇവർ ജുങ്കോയെ കൊണ്ടുപോകുന്നത് ഇവരിൽ ഒരാളുടെ പിതാവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ബംഗ്ലാവിലേക്കാണ്. ുള്ള 45 ദിവസങ്ങൾ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂര പീഡനങ്ങൾക്ക് ഈ പെൺകുട്ടി ഇരയാവുകയായിരുന്നു. ആദ്യ ദിവസങ്ങൾ ഹിരോഷി മിയാനോയും അവൻ്റെ കൂട്ടുകാരും ചേർന്ന് അവളെ പീഡിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് അവർ ഈ കുട്ടിയോട് പറയുകയാണ്, ഇത് പുറം ലോകം അറിഞ്ഞാൽ നിന്റെ അമ്മയ്ക്കും ഇത് തന്നെയാവും നടക്കുക. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആ ഹൗസിലേക്ക് വന്ന ഓരോരുത്തരും അവളെ പീഡിപ്പിച്ചു. അവളുടെ സൗന്ദര്യം നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു അവരുടെ പ്രവൃത്തികൾ. ബംഗ്ലാവിലേക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുവന്ന ദിവസം മുതൽ അവളെ നഗ്നയാക്കിയായിരുന്നു ഇവന്മാർ നിർത്തിയിരുന്നത്. ദിവസവും അവളെ 10-ന് മുകളിൽ ആൾക്കാർ പീഡിപ്പിക്കുമായിരുന്നു. പോലീസ് FIR റിപ്പോർട്ടിൽ പറയുന്നത് യാക്കൂസ ഗാങ്ങിലുള്ള 400-ൽ പരം ആൾക്കാർ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്നാണ്. ഇതിനു പുറമെ ഈ പെൺകുട്ടിയെ സ്റ്റിക്ക് വെച്ച് 4 നേരം അടിക്കുമായിരുന്നു. അവരുടെ ജനനേന്ദ്രിയത്തു കൂടി ഇരുമ്പ് കമ്പികളും വിയർക്കുപ്പികളും കത്തുന്ന ബൾബുകളും ഒക്കെ കൊണ്ട് കുത്തിയിറക്കിയിരുന്നു. അവർക്കതൊക്കെ ഒരു ഹരമായിരുന്നു. ഇത്രയുമൊക്കെ ക്രൂരതകൾ ആ പാവത്തിനോട് കാട്ടിയിട്ടും ഒരു തുള്ളി വെള്ളമോ ഭക്ഷണമോ കൊടുത്തിരുന്നില്ല. അവൾക്ക് കഴിക്കാൻ കൊടുത്തിരുന്നത് എന്തൊക്കെയാണെന്നല്ലേ? പല്ലി, പാറ്റ, എട്ടുകാലി, പിന്നെ ഇവരുടെ മലമൂത്ര വിസർജനങ്ങൾ ഒക്കെയാണ് കൊടുത്തിരുന്നത്. സമയങ്ങളിലും ഈ കുട്ടിയെ ഇവർ തലകീഴായി കെട്ടിത്തൂക്കിയിരുന്നു. അത് അവരുടെ ഒരു വിനോദമായി മാറിയിരുന്നു. ഈ കുട്ടിയുടെ പല പ്രൈവറ്റ് ഭാഗങ്ങളും കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് ഇവർ കട്ട് ചെയ്തിരുന്നു. സിഗരറ്റ് വെച്ച് അവരുടെ കൺപോളകൾ കരിക്കുകയും ദേഹമാസകലം സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കുകയും ഒക്കെ ഇവന്മാർ ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ ദേഹോപദ്രവങ്ങൾ ജുങ്കോ ഫുറൂട്ട ഏറ്റുവാങ്ങിയിരുന്നു. ഈ സമയത്ത് ജുങ്കോയുടെ മാതാപിതാക്കൾ മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നു. ഇതറിഞ്ഞ ഈ സംഘം ഇവളെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കുകയാണ്, ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ പോവുകയാണ്, എന്നെ അന്വേഷിക്കണ്ട എന്ന്. അതോടെ പോലീസ് അന്വേഷണവും അവസാനിക്കുന്നു. പീഡനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ഒന്ന് മരിച്ചാൽ മതിയെന്ന അവസ്ഥയിലേക്കായി അവൾ. ഒരു ദിവസം ഈ സംഘം മദ്യപിച്ച് മയങ്ങിയ സമയം അവൾക്ക് ഫോൺ കിട്ടുകയാണ്. അവൾ ആ ഫോണിൽ നിന്നും പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചതും അതിലൊരുവൻ ഇത് കണ്ടു. ആ ഫോണ് തട്ടിപ്പറിച്ചെടുത്തിട്ട് പോലീസിനോട് പറയുകയാണ് റോങ് നമ്പർ എന്ന്. ഫോൺ കട്ടാകുന്നു. ആ ഒരു ശ്രമം നടത്തിയതിൻ്റെ പേരിൽ അവൾക്ക് അനുഭവിക്കേണ്ടി വന്നത് ചില്ലറയൊന്നുമല്ല. അവന്മാർ അവളുടെ 2 കാലും ഓയിലൊഴിച്ച് കത്തിക്കുകയാണ് ചെയ്തത്.
ഒരു 38 ദിവസമൊക്കെ ആയപ്പോഴേക്കും അവളുടെ രൂപമൊക്കെ മാറി, സൗന്ദര്യമെല്ലാം മാറി വിരൂപമായി തുടങ്ങി. മുറിവിൽ നിന്നൊക്കെ ദുർഗന്ധം വരാൻ തുടങ്ങി. അതോടെ അവളിലെ താല്പര്യം അവന്മാർക്ക് കെട്ടടങ്ങി. എന്നെ ഒന്ന് കൊന്നു തരൂ എന്ന് അഭ്യർത്ഥിച്ചിട്ട് പോലും അവളെ കൊന്നില്ല. പകരം അവളെ കെട്ടിത്തൂക്കിയിട്ട് ബോക്സിങ് ചെയ്ത് അവന്മാർ രസിക്കുകയാണ് ചെയ്തത്. ഒടുവിൽ അവൾ മരിക്കുകയും ചെയ്തു. മരണശേഷം അവളുടെ ബോഡിയെ ഒരു ഡ്രമ്മിലിട്ട് മണ്ണും കല്ലും സിമൻറ്റൊക്കെ ഇട്ട് ഇവന്മാർ കോൺക്രീറ്റ് ചെയ്യുകയാണ്. ആ ഡ്രമ്മിനെ ഒരു ട്രക്കിൽ കയറ്റി മറ്റൊരു സ്ഥലത്ത് കൊണ്ടിടുന്നു. ജുങ്കോ മരിച്ച് 2 മാസം കഴിഞ്ഞ് ഈ ഗാങ്ങിനെ 19 വയസ്സുള്ള മറ്റൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റ് ചെയ്യുന്നു. ചോദ്യം ചെയ്യലിനിടയിൽ ജുങ്കോയുടെ വിവരങ്ങളും പുറത്തു വരുന്നു. പോലീസ് ഡ്രം കണ്ടുപിടിച്ച് പുറത്തെടുത്തപ്പോൾ അഴുകിയ നിലയിൽ അവളുടെ ബോഡിയും കിട്ടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ജുങ്കോ ഗർഭിണിയായിരുന്നുവെന്ന് മനസ്സിലായി. ആ ശരീരത്തിൽ എന്തൊക്കെ ക്രൂരതകൾ നടന്നോ എല്ലാം പുറത്ത് കണ്ടുപിടിക്കപ്പെടുകയാണ്. അങ്ങനെ എല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. കോടതിയിൽ ഈ കേസ് വരികയാണ്. വിസ്താരം വന്ന സമയത്ത് ജുങ്കോ നേരിട്ട കൊടിയ പീഡനങ്ങൾ കേട്ട് അഭിഭാഷകർ പോലും ബോധം കെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ വിധി ഒടുവിൽ വരികയാണ്. 2 വർഷം മുതൽ 17 വർഷം വരെ ശിക്ഷ കിട്ടിയവർ വരെ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും ഇവനെയൊന്നും തൂക്കിക്കൊല്ലാനൊന്നും വിധിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചവന്മാർ ഇന്നും ജപ്പാനിൽ പുറത്തിറങ്ങി വിലസുന്നുണ്ട്. ഇവന്മാരിൽ പലരും പിന്നീട് പുറത്തിറങ്ങിയും പീഡനങ്ങൾ നടത്തി വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോഴും യാക്കൂസ് ഗാങ് ജപ്പാനിൽ ശക്തിയോടെ ഉണ്ട്. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിലോ ഇവിടെ 18 വയസ്സാവാത്ത എല്ലാവർക്കും എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആണല്ലോ കൊടുത്തു വച്ചിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്തവർ തെറ്റ് ചെയ്താൽ ജുവനൈൽ ഹോമിലേക്ക് കുറച്ച് നാൾ വിട്ട് അതങ്ങ് തീർക്കും. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ചാനലൊന്ന് സബ് ചെയ്തേക്കണേ. ഇനിയും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.